നമസ്കാരം. ഏവർക്കും പൗർണമി ചാനൽ സ്വാഗതം. എൻ്റെ പേര് ഹർഷിൻ ശ്രീഹരി. എൻ്റെ അമ്മയുടെ പേര് രമ്യ ശ്രീഹരി. ഇന്നത്തെ എൻ്റെ ന്യൂ ടോപ്പിക് പഞ്ചമഹായജ്ഞം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പഞ്ചമഹായജ്ഞം. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ ഒരു മനുഷ്യൻ അഥവാ ഒരു ഗൃഹനാഥൻ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് പഞ്ചമഹായജ്ഞം. 5 മഹായജ്ഞത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യത്തേത് ദേവയജ്ഞം. നമ്മുടെ ദേവതമാരെ ആരാധിക്കുന്നതും നന്ദി പറയുന്നതുമായ എല്ലാ ചടങ്ങുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ അഗ്നിക്കാണ് പ്രാധാന്യം വരുന്നത്. നാം നമ്മുടെ ഗൃഹത്തിൽ നിത്യവും വിളക്ക് കൊളുത്തുന്നത്, നിത്യഹോമങ്ങൾ ചെയ്യുന്നത് എന്നിങ്ങനെ അഗ്നിക്ക് പ്രാധാന്യമുള്ള ഏതൊരു ചടങ്ങും പഞ്ചമഹായജ്ഞം തന്നെയാണ്. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് ഗോഡ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അടുത്തത് പിതൃയജ്ഞം. ജന്മം നൽകിയ പൂർവികരോട് കൃതജ്ഞത അറിയിക്കുന്ന എല്ലാ കർമ്മങ്ങളും പിതൃയജ്ഞം തന്നെയാണ്. ഇവിടെ ജലത്തിനാണ് പ്രാധാന്യം വരുന്നത്. പിതൃസ്മരണ, പിതൃതർപ്പണം എന്നിങ്ങനെയുള്ള ചടങ്ങുകളിലൂടെ നമ്മുടെ പിതൃക്കളോടുള്ള നന്ദി അറിയിക്കുക എന്നതാണ് പിതൃയജ്ഞം സൂചിപ്പിക്കുന്നത്. അടുത്തത് ഋഷിയജ്ഞം. ഋഷിയജ്ഞത്തിൽ നമ്മളുടെ മഹർഷിമാർക്കും ഗുരുക്കന്മാർക്കുമാണ് പ്രാധാന്യം വരുന്നത്. അവരുടെ അറിവുകൾക്കാണ് ഇവിടെ മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. നാം ഏവരും നല്ല നല്ല അറിവുകൾ നേടുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഋഷിയജ്ഞം വഴി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആകാശത്തിനാണ് പ്രാധാന്യം വരുന്നത്. അടുത്തത് മനുഷ്യയജ്ഞം അഥവാ നരയജ്ഞം. അതിഥി ദേവോ ഭവ. അതിഥികളെ ദേവതയായി സ്വീകരിക്കുക. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ മനുഷ്യരെയും അതിഥികളായി സ്വീകരിച്ച് അവരോട് സ്നേഹം കരുണ ചെയ്ത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം പ്രകടിപ്പിക്കുക. മാനവസേവ തന്നെയാണ് മാധവസേവ. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരോടും ജാതി മത വർണ്ണവർഗ ഭേദമന്യേ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സഹായിക്കുക, സ്നേഹിക്കുക. അതുവഴി നമ്മുടെ എല്ലാ ഗ്രഹങ്ങളെയും നമുക്ക് അനുകൂല സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ജാതകത്തെ തന്നെ മാറ്റിമറിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ വായുവിനാണ് പ്രാധാന്യം വരുന്നത്. അടുത്തത് ഭൂതയജ്ഞം. പ്രകൃതിയിലുള്ള പക്ഷിമൃഗാദികളെ നാം തന്നെയാണെന്ന് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും നൽകുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, വൃക്ഷലതാദികൾ നട്ടുവളർത്തുക, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയോടും കരുണ കാണിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭൂതയജ്ഞത്തിൽ വരുന്നത്. ഇവിടെ ഭൂമിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ നമ്മൾ ഏവരും പഞ്ചമഹായജ്ഞത്തിലൂടെ നമ്മുടെ ജീവിത വിജയം നേടാൻ ശ്രമിക്കുക. നമ്മുടെ പൗർണമി കൺസൾട്ടേഷൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ജാതക ചിന്തനം, വാസ്തു, മുഹൂർത്തം, പൊരുത്തം, ഭൂമിദോഷം, ആഭിചാരദോഷം, സർപ്പദോഷം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു കാര്യത്തിനും ജെം സ്റ്റോൺസിലൂടെ, പൂജാ പരിഹാരങ്ങളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ കൃത്യമായ സൊല്യൂഷൻ ഗൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏവരും മടിച്ചു നിൽക്കാതെ നമ്മുടെ പൗർണമിയിൽ നിന്നും കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പുവരുത്തുക. പ്രപഞ്ചശക്തി നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.